അപ്പൊ നമുക്കേ ഇതിനിടയ്ക്ക് ഒരു കുട്ടിത്താരത്തെ കൂടി ഒന്ന് പരിചയപ്പെട്ടാ. ദിയ, നമ്മുടെ ദിയ എന്നാണ് പേര്. ഉറുദു പദ്യ മത്സരത്തിനാണ് ദിയ ഇന്ന് പങ്കെടുക്കാൻ പോകുന്നത്. ദിയയുടെ ടീച്ചറുണ്ട്. മത്സരം കഴിഞ്ഞു. ടീച്ചർ ആരാ? ഞാനും ടീച്ചർ. കണ്ടാ പറയില്ലല്ലേ? ഞാൻ സിസ്റ്റർ അല്ലെങ്കിൽ പിന്നെ കൂടെ മത്സരിക്കാൻ. ഞാനും അങ്ങനെയാട്ടോ വിചാരിച്ചത്. പക്ഷെ ഞാൻ മുമ്പേ വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ടൊന്ന് മാറിയപ്പോ എന്നോട് പറഞ്ഞത് എന്റെ ടീച്ചറാണെന്ന്. അപ്പൊ ദിയയുടെ പേരൻസ് ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ ദിയ, മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. കൊല്ലം പൊളിയാണ്. കൊല്ലം പൊളിയാണെന്ന് അറിഞ്ഞത് സ്റ്റേജിൽ കയറിയ ശേഷമാണോ? അല്ല, ഇത് വന്നപ്പോ തന്നെ അടിപൊളിയായിരുന്നു. ദിയ എവിടുന്നാ വരുന്നത്? ഞാൻ പാലക്കാട് ജില്ലയിൽ. ആഹാ, അങ്ങ് വടക്കുന്ന് വരികയാണല്ലേ? ഓക്കെ, അപ്പൊ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അത്യാവശ്യം. അല്ല, റിസൾട്ട് വന്നില്ലേ? റിസൾട്ട് വന്നു. എ ഗ്രേഡ്. ഗംഭീരം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എ ഗ്രേഡ് കിട്ടി, പാർട്ടിസിപ്പേഷനൊപ്പം തന്നെ എ ഗ്രേഡ് അല്ലേ? ഡബിൾ ബോണസ് ആയിട്ടാ പോകുന്നത് വീട്ടിലേക്ക്. വേറെ ഞാൻ അച്ഛലേക്ക് വരെ വേറെ ഏതെങ്കിലും ഈവന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ ഏറ്റവുമായിരുന്നു. അപ്പോഴും എ ഗ്രേഡ് കിട്ടി. ഉറുദു പദ്യം വേദിയിലെ സ്ഥിരം സാന്നിധ്യമാണല്ലേ? ഓക്കെ, അപ്പൊ ദിയ, നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചെറിയ ഭാഗം ചൊല്ലാമോ? കൽബേ മാഖൂൽ മേ ലർസാ ശരരേ ജംഗ് ഹേ ആജ്. കൽബേ മാഖൂൽ മേ ലർസാ शररे जंग है हौसले वक्त के और जीस्त के एक रंग है आज. आबगीनों में तपा वलवले संग है आज. उसने और इश्क हम आवाज़ों हम आहंग है आज. जिसमें जलता हूँ उसी आग में जलना है तुझे. उठ मेरी जान मेरे साथ ही चलना है तुझे. उठ मेरी जान मेरे साथ ही चलना है तुझे. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണല്ലേ ബാക്കിയുള്ളവരോട് പരിചയപ്പെടാം. ടീച്ചർ അർച്ചന, അവളുടെ സ്കൂളിൽ തന്നെ മാത്സ് ടീച്ചറാണ് അവളുടെ. നമ്മുടെ PCR പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വില്ലൻ പ്രൊഡ്യൂസർ ഉണ്ട് ബിൻസ് ബാബു. ബിൻസ് ബാബു ചോദിച്ചു, ടീച്ചർ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കണേന്ന് ചോദിക്കാൻ. ചിറ്റിലഞ്ചേരി MNKMHSS. എന്തായാലും ഈസി ആണോ ഈ പിന്നെ പരിശീലിപ്പിക്കലൊക്കെ ഈ ഉറുദു? ഒരു കാര്യമുണ്ട്, മാത്സ് ടീച്ചർ ആണെന്നല്ലേ പറഞ്ഞത്, ഉറുദു പദ്യം പഠിപ്പിക്കുന്നു. അതെന്താ മാത്സും ഉറുദുവും തമ്മിൽ ബന്ധം? ഞാൻ ഇതേ കവിത പാടിയിട്ട് എനിക്ക് 2 വർഷം സ്ഥിരമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതേ കവിത ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്തുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി ഉറുദു പദ്യം ചൊല്ലൽ തിരഞ്ഞെടുക്കാൻ കാരണം? അച്ഛന്റെ പേര് കൂടി പറയും. എന്റെ പേര് ലൂക്കോസ്, ഞാനും അധ്യാപകനാണ്. അപ്പം മോള് 8ാം ക്ലാസ്സിൽ പോകുമ്പോഴാണ് ടീച്ചർ അവിടെ വരുന്നത്. മോളുടെ ശബ്ദം ഉറുദു പദ്യത്തിന് യോജിച്ചതാണെന്ന് കരുതി ടീച്ചറാണ് അവളെ കണ്ടെത്തിയത്. ഞാൻ 2 വർഷവും സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിയും. വലിയ കാര്യം. സഹോദരനാണോ? ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുക്കാറുണ്ടോ? ഉറുദു പദ്യമുണ്ട്. അവിടെ ഉറുദു പദ്യം, ഉറുദു ഫാമിലിയാണ്. സംസ്കൃതം പദ്യമുണ്ട്, ലളിതഗാനമുണ്ട്, മലയാളം പദ്യമുണ്ട്, ഗ്രൂപ്പ് സോങ് ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റം കയ്യിലുണ്ടല്ലേ? മാത്രം എങ്ങനെയുണ്ട് ഇവരുടെ പാർട്ടിസിപ്പേഷനെ പറ്റി സന്തോഷം? തീർച്ചയായിട്ടും അവർക്ക് കഴിവുകളുള്ള കുട്ടികളാണ്. പിന്നെ അത്യാവശ്യം മടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ടീച്ചറും ഞങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ ചെയ്തു വരുന്നു. എന്തായാലും നമുക്ക് ടീച്ചറോടാണ് അതിന്റെ ഏറ്റവും കടപ്പാട്. കാരണം നമ്മൾ മലയാളം പദ്യം എന്നൊരു മേഖലയെ മാത്രമാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നത്. ലളിതഗാനം അങ്ങനെ നമുക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഉറുദു നമുക്ക് അങ്ങനെ ഒരു വഴങ്ങുന്ന ഭാഷയാണോ എന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറുദു ഒരു വരണ്ട ഭാഷ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇങ്ങനെ ഇത് ഈ ഒരു കവിത കേട്ടപ്പോഴാണ് ഉറുദു ഇത്ര ഒരു മനോഹരമായ ഒരു ഭാഷയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ബെസ്റ്റ് വിഷസ്. അടുത്തോളം സ്റ്റേറ്റിൽ അടിക്കണം കേട്ടോ ബ്രദറും. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, അപ്പൊ ഞാനേ